അതെ അരുൺ, ഇനിയിപ്പോൾ ഇന്ന് ഒരു തിരച്ചിലിനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം അവരുടെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇനിയിപ്പോൾ ഇന്നുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് നേവി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നേവിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ജീവൻ രക്ഷിക്കാനുള്ള സാധ്യതയില്ലെങ്കിൽ അവരുടെ ടീം ഇറങ്ങില്ല എന്നുള്ളതാണ്. അവിടെ റോഷിപ്പാലുണ്ട്, റോഷിപ്പാൽ അതിന്റെ വിവരങ്ങൾ തരും. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പവർ ഹൗസ് റോഡിന്റെ ഭാഗം, അതായത് തമ്പാനൂരിന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്ന് ടണൽ തുടങ്ങി 117 മീറ്റർ കഴിഞ്ഞ് അവസാനിക്കുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ന് കാര്യമായ പരിശോധന വൈകിട്ടുണ്ടായത്. അതായത് ഒരു സാധ്യത പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു. കാരണം ഈ 117 മീറ്ററിന്റെ ഭൂരിഭാഗവും അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ താണ്ടിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ പ്രധാനമായും നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമിന്റെ ഇടയിലുള്ള മാൻഹോൾ നീക്കിക്കൊണ്ട് അവിടേക്ക് സ്കൂബ സംഘം ഇറങ്ങി അവിടെ നിന്ന് 40 മീറ്റർ അകത്തേക്ക് പരിശോധിച്ചു. ഒരു സാധ്യതയും ഉണ്ടായില്ല. 5ാമത്തെ പ്ലാറ്റ്ഫോമിലെ ഇതുപോലെയുള്ള ഗ്യാപ്പിലും ഇറങ്ങി പരിശോധിച്ചു. അവിടെയും സാധ്യതയുണ്ടായില്ല. ഏറ്റവും അവസാനം വൈകിട്ടാണ് ഈ 117 മീറ്റർ ടണൽ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് അകത്തേക്ക് സ്കൂബ സംഘം കയറിയത്. എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ പിന്നീടാണ് അടുത്ത പരീക്ഷണം എന്ന രീതിയിൽ എല്ലാ വകുപ്പുകളും ചേർന്ന് ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഫയർഫോഴ്സ്, കോർപ്പറേഷൻ, ഇറിഗേഷൻ, പോലീസ്, അതുപോലെ റെയിൽവേ എല്ലാ സംവിധാനങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ്. അതായത് വെള്ളം ശക്തിയായി പമ്പ് ചെയ്ത് മാലിന്യം പുറത്തേക്ക് തള്ളുക എന്നൊരു തീരുമാനമായിരുന്നു അതിൻ്റെ പിറകിൽ ഉണ്ടായത്. അങ്ങനെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തുനിന്ന് കുറച്ച് വെള്ളം തടഞ്ഞു നിർത്തി അതിശക്തിയായി വെള്ളം പുറത്തേക്ക് തള്ളിവിടുകയായിരുന്നു. പക്ഷേ അങ്ങനെ തള്ളിവിടുമ്പോഴും മാലിന്യമൊന്നും കൂട്ടത്തോടെ വരുന്ന ഒരു സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിലും പരിമിതിയുണ്ട് എന്നതാണ് അരുൺ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് മാലിന്യം സാധാരണ ചപ്പ് ചവറ് കൂടിയതല്ല. ഇത് വലിയ കല്ല് പോലെ, പാറ പോലെ ഉറച്ചിരിക്കുന്ന തുണികളും മറ്റ് പ്ലാസ്റ്റിക്കുകളും വീടുകളിൽ നിന്നുള്ള എല്ലാ മാലിന്യവും ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ആ സാധ്യതയും അടയുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ ഇന്നലെയും ഇന്നുമായിരുന്നു. അതായത് സ്കൂബ സംഘം നേരിട്ട് ഡൈവ് ചെയ്തു പോയി മാലിന്യത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിച്ചെടുക്കുക എന്നുള്ള ദൗത്യമായിരുന്നു. അതാണ് ഇന്ന് വൈകിട്ട് 4-5 മണിയോടുകൂടി ഏതാണ്ട് അവസാനിച്ചത്. പിന്നെയാണ് അടുത്ത ഒരു തന്ത്രം എന്ന രീതിയിൽ ഇത് പരീക്ഷിച്ചത്. പക്ഷേ അത് പരാജയപ്പെടുകയായിരുന്നു. ഇനി മുന്നിൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പരിശോധന നടത്തുക എന്നത് തന്നെയാണ്. വീണ്ടും പരിശോധന നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കും. ഇതിലൊരു കാര്യം ഉറപ്പാണ്, ഇതിലുള്ള മാലിന്യം റെയിൽവേയുടേത് മാത്രമല്ല, ആമയിഴഞ്ചാൻ തോട് ഒഴുകി വരുന്നവരുടെ ആ വഴിയിൽ വീട്ടുകാർ ഉപേക്ഷിച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കൂട്ടുത്തരവാദിത്വം എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രമല്ല കൂട്ടുത്തരവാദിത്വം. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുള്ള പങ്ക്, ജനങ്ങൾ കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിന് ഇടയാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Meet the editors.